ഇന്നത്തെ വീഡിയോയിൽ 2024 ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ പുറത്തു വന്ന മലയാള സിനിമകളിൽ ഞാൻ കണ്ടതിൽ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ കൊടുക്കുന്ന ഒരു റേറ്റിംഗ് അല്ലെങ്കിൽ ഒരു റാങ്കിംഗ് ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഈ മാസം ഫെബ്രുവരി മാസം അത് മലയാള സിനിമയുടെ മാസമായിരുന്നു. അത്രത്തോളം നല്ല മലയാള സിനിമകൾ പുറത്തു വന്നൊരു മാസമായിരുന്നു ഫെബ്രുവരി, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ വീഡിയോയിൽ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ പ്രധാനമായിട്ടും ചെയ്യുന്നത്. ഈ വീഡിയോയിൽ ചെയ്തേക്കുന്ന 5 മുതൽ 1 വരെയുള്ള സിനിമകൾ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. അതിൽ പലതും ഇപ്പോഴും തിയേറ്ററുകളിലുണ്ട്. അടിപൊളി എക്സ്പീരിയൻസ് നൽകുന്ന സിനിമകളാണ് 5. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കണ്ട ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് സിനിമയെ പറ്റിയുള്ളതായാലും വീഡിയോയെ പറ്റിയുള്ളതായാലും കമന്റ് ബോക്സിൽ ഇടാനായിട്ട് മറക്കരുത്. എങ്കിൽ മാത്രമേ ഇതുപോലെ റിലീഫ് ആവുന്ന സിനിമകളുടെ വിശേഷങ്ങളും അതുപോലെ ചെറിയ സിനിമകളിൽ നല്ലതൊക്കെ നിങ്ങളോട് എത്തിക്കാനായിട്ട് എനിക്ക് സാധിക്കത്തുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമസ്കാരം, മൂവീസ് അറൗണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ 12ാമത്തെ പൊസിഷനിലുള്ളത് ജഗത്ലാൽ ചന്ദ്രശേഖരൻ കഥ എഴുതി സംവിധാനം ചെയ്ത് പുറത്തു വന്ന ഒരു മലയാളം ത്രില്ലർ മൂവിയാണ് മായാവനം. സിനിമയുടെ ക്ലൈമാക്സിൽ പറയുന്ന ആ ഒരു ഫിനോമിനൻ അല്ലെങ്കിൽ ആ ഒരു ചിന്ത അതെന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ അതിലോട്ട് വേണ്ടി മുഴുവൻ സിനിമേനെയും വളച്ചൊടിച്ചു അല്ലെങ്കിൽ കെട്ടിച്ചമച്ചു എന്നുള്ളൊരു ഫീലാണ് എനിക്ക് തോന്നിയത് അപ് ടു എൻ്റെ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ. ഇനി പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിലും ചില പ്രമുഖരായിട്ടുള്ള നടന്മാരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെ പെർഫോമൻസും അത്രത്തോളം ബെറ്റർ ആയിട്ടുള്ള ഒരു ഫീലിംഗ് എനിക്ക് തന്നില്ല. 6 ഔട്ട് ഓഫ് 10 ആണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റിംഗ്. ഇതുപോലെ തന്നെ 11ാമത്തെ പൊസിഷനിലുള്ള ചിത്രം AM സിദ്ദിഖ് സംവിധാനം ചെയ്ത് പുറത്തു വന്ന, കഥ എഴുതി സംവിധാനം ചെയ്ത് പുറത്തു വന്ന ഒരു ഡ്രാമ ത്രില്ലർ മൂവിയാണ് LLB, ലൈഫ് ലൈൻ ഓഫ് ബാച്ചിലേഴ്സ്. ചിത്രത്തിന് ടൈറ്റിൽ തന്നൊരു പ്രതീക്ഷയും അതുപോലെ മുഴുവൻ സിനിമ തന്നൊരു എക്സ്പീരിയൻസും, ഇത് രണ്ടും രണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നിയൊരു കാര്യം. ആദ്യമൊക്കെ അത്യാവശ്യം എൻഗേജിംഗ് ആയി പോകുന്ന ഒരു ചിത്രം പിന്നെ മുന്നോട്ട് പോകുന്തോറും ആവശ്യമില്ലാതെ വലിച്ചു നീട്ടി എന്നുള്ളൊരു ഫീലിംഗ് തന്നെയാണ് എനിക്ക് തന്നത്. നേരത്തെ വേണമെങ്കിൽ തീർക്കാവുന്നൊരു പ്രോബ്ലം അല്ലെങ്കിൽ സോൾവ് ചെയ്യാവുന്ന ഒരു പ്രോബ്ലം അത് ചുമ്മാ വലിച്ചു നീട്ടി എന്നുള്ളൊരു ഫീൽ തന്നെയാണ് എനിക്ക് എന്തായാലും ചിത്രം കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയത്. 6.2 ഔട്ട് ഓഫ് 10 ആണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റിംഗ്. ഇതുപോലെ തന്നെ 10ാമത്തെ പൊസിഷനിലുള്ളത് അനീഷ് അൻവറിന്റെ സംവിധാനത്തിൽ പുറത്തു വന്ന ഒരു മലയാളം ത്രില്ലർ മൂവിയാണ് രാസ്ത. ചിത്രം അപ് ടു എൻഡ് കാണുമ്പോൾ പല സീനുകളിലും വിഷ്വലി ആ ഒരു പെർഫെക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ക്വാളിറ്റി അതെനിക്ക് ഫീൽ ചെയ്തില്ല. അതുപോലെ തന്നെ കുറെ ഇമോഷൻ സീക്വൻസുകൾ ഇവർ സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അതെല്ലാം അത്രത്തോളം അങ്ങ് വർക്കൗട്ട് ആയി എന്നും എനിക്ക് തോന്നിയില്ല. പക്ഷേ അതിനുവേണ്ടി എടുത്തേക്കുന്ന എഫേർട്ട് പെർഫോമൻസ് വൈസ് നോക്കുമ്പോൾ അതിനുവേണ്ടി എല്ലാവരും അത്രത്തോളം എഫേർട്ട് എടുത്ത് നല്ലപോലെ തന്നെ ചെയ്ത് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നി. ഒരു ജസ്റ്റ് വാച്ച് എക്സ്പീരിയൻസ് അത് മാത്രമാണ് ഈ സിനിമയും എനിക്ക് തന്നത്. 6.3 ഔട്ട് ഓഫ് 10 ആണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റിംഗ്. ഇതുപോലെ തന്നെ 9ാമത്തെ പൊസിഷനിലുള്ള ചിത്രം VM അനിൽ സംവിധാനം ചെയ്ത് പുറത്തു വന്ന ഒരു മലയാളം ഡ്രാമ ത്രില്ലർ മൂവിയാണ് പാളയം DC. കണ്ടിരിക്കാവുന്ന അത്യാവശ്യം ത്രില്ലിംഗ് ഒക്കെ ഇട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ചെറിയ ചിത്രം എന്ന് കരുതി ഓവറായിട്ടുള്ള എക്സ്പെക്ടേഷൻസ് ഒന്നും വേണ്ട. പക്ഷേ പെർഫോമൻസ് വൈസും അവർ ബെറ്റർ ആയിട്ട് തന്നെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. 6.5 ഔട്ട് ഓഫ് 10 ആണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റിംഗ്. ഇതുപോലെ തന്നെ 8ാമത്തെ പൊസിഷനിലുള്ളത് MA നിഷാദിന്റെ കഥയിലും സംവിധാനത്തിലും പുറത്തു വന്ന ഒരു മലയാളം കോമഡി ഡ്രാമ മൂവിയാണ് അയ്യർ ഇൻ അറേബ്യ. ചിത്രത്തിന്റെ ആദ്യ ഭാഗമൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം കോമഡി കാര്യങ്ങളൊക്കെ ഇട്ട് എൻഗേജിംഗ് ആക്കി അവർ കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ 2ാം പകുതിയിലോട്ടും തുടർന്ന് അവസാന ഭാഗങ്ങളിലോട്ടൊക്കെ ചിത്രം വരുമ്പോൾ മറ്റെന്തൊക്കെയോ രീതിയിലോട്ട് മാറിപ്പോയതായിട്ട് എനിക്ക് തോന്നി. അല്ലെങ്കിൽ എന്തൊക്കെയോ ചെയ്ത് അവസാനിപ്പിച്ചു എന്നൊരു തോന്നലാണ് എനിക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ വന്നത്. ഇനി പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ പോലും ഊർവശിയുടെ പെർഫോമൻസ് ആണ് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത്. എന്നാൽ പോലും പലരുടെയും പെർഫോമൻസ് പല സീനുകൾ എടുത്ത് നോക്കുമ്പോൾ ചില ഇംപെർഫെക്ഷൻസ് കൊണ്ടുവരുന്നുണ്ട്. അത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കണ്ടു കഴിഞ്ഞവർ കമന്റ് ബോക്സിൽ ഇടുക. എന്തായാലും 6.5 ഔട്ട് ഓഫ് 10 ആണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റിംഗ്. ഇതുപോലെ കമലിന്റെ സംവിധാനത്തിൽ പുറത്തു വന്ന ഒരു മലയാളം കോമഡി ഡ്രാമ മൂവിയാണ് വിവേകാനന്ദൻ വൈറലാണ്. 7ാമത്തെ പൊസിഷനിലുള്ള ചിത്രമാണിത്. സിനിമയുടെ ആദ്യ ഭാഗമൊക്കെ അത്യാവശ്യം എൻഗേജിംഗ് ആക്കി ചെറിയ ചെറിയ കോമഡി കാര്യങ്ങളൊക്കെ ഇട്ട് അവർ കൊണ്ടുവരുന്നുണ്ട്. അത്യാവശ്യം സാംസ്കാരിക പ്രശസ്തിയുള്ള ഒരു കാര്യം തന്നെയാണ് അവർ സിനിമയിൽ പറയുന്നത്. പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിലും എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ 2ാം പകുതിയിലോട്ട് വരുമ്പോൾ സിനിമയ്ക്കുള്ളിലെ ആ ഒരു പ്രധാന പ്രശ്നം, ആ പ്രശ്നത്തിന് കണ്ടെത്തിയ ആ ഒരു പരിഹാര മാർഗം അതെനിക്ക് അക്സെപ്റ്റബിൾ ആയിട്ട് തോന്നിയില്ല. പിന്നെ അവസാനം ക്ലൈമാക്സിലോട്ടൊക്കെ വരുമ്പോഴും എങ്ങനെയൊക്കെയോ എന്തൊക്കെയോ ചെയ്ത് കൊണ്ടുവന്ന് അവസാനിപ്പിച്ചു എന്നുള്ളൊരു ഫീൽ തന്നെയാണ് എനിക്ക് ഈ ചിത്രത്തിലും വന്നത്.
6.7 ഔട്ട് ഓഫ് 10 ആണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റിംഗ്. ഇതുപോലെ തന്നെ 6ാമത്തെ പൊസിഷനിലുള്ളത് സജിദ് യാഹ്യയുടെ സംവിധാനത്തിൽ പുറത്തു വന്ന ഒരു മലയാളം റൊമാൻറ്റിക് ഡ്രാമ മൂവിയാണ് കൽബ്. സിനിമയ്ക്കുള്ളിലെ പ്രണയത്തിന്റെ ആ ഒരു പാറ്റേൺ ഒക്കെ ഒരു യൂഷ്വൽ സംഭവം തന്നെ, കണ്ട് വന്നേക്കുന്ന കാര്യങ്ങൾ വലിയ മാറ്റമൊന്നുമില്ലാത്ത രീതിയിൽ അതുപോലെയൊക്കെ തന്നെ ഏകദേശം പ്രസന്റ് ചെയ്തേക്കുന്നു. പക്ഷേ മൊത്തത്തിൽ സിനിമ നോക്കുമ്പോൾ ഒരു ഫീലൊക്കെ കൊണ്ടുവരുന്നുണ്ട് സിനിമ. മാത്രമല്ല ചില കാര്യങ്ങളൊക്കെ എനിക്ക് നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ആവുകയും ചെയ്തു, സിനിമയ്ക്കുള്ളിലെ ചില കാര്യങ്ങൾ. എന്തായാലും 6.9 ഔട്ട് ഓഫ് 10 ആണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ്. ഇനി മുന്നോട്ട് പറയാൻ പോകുന്ന 5 സിനിമകൾ, അത് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണേണ്ട സിനിമകൾ തന്നെയാണ് 5. നല്ല എക്സ്പീരിയൻസ് നൽകുന്ന സിനിമകളാണ് ഇനി പറയാൻ പോകുന്ന 5 സിനിമകളും. ഇതിൽ പലതും ഇപ്പം നിലവിൽ തിയേറ്ററുകളിൽ അവൈലബിൾ ആണ്, നമുക്ക് പോയി കാണാം, കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാവുന്ന അടിപൊളി സിനിമകളാണ്. അപ്പോൾ എന്തായാലും 5ാമത്തെ പൊസിഷനിലുള്ള ചിത്രം ഡാർവിൻ കുര്യാക്കോസിന്റെ സംവിധാനത്തിൽ പുറത്തു വന്ന ഒരു മലയാളം ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിയാണ് അന്വേഷിപ്പിൻ കണ്ടെത്തും. സിനിമയുടെ ആദ്യ ഭാഗമൊക്കെ അത്ര വലിയ എൻഗേജ്മെന്റോ ത്രില്ലിങ്ങോ കൊണ്ടുവരും എന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം ഒരു ഫ്ലാഷ് ബാക്ക് പോലെയാണ് ആദ്യ ഭാഗം വരുന്നത്. ആദ്യം തന്നെ നായകന്റെ അവസ്ഥ റിവീൽ ചെയ്യുന്നുണ്ട്, പിന്നെ അതിലോട്ടാണ് സിനിമ വരുന്നത്. പക്ഷെ ഈ ഒരു അനുഭവം വെച്ച് നമ്മൾ 2ാം പകുതി കാണുമ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ 2ാം പകുതിയിൽ നിന്നും കിട്ടും. മാത്രമല്ല ക്ലൈമാക്സ് ഒക്കെ എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെടുകയും ചെയ്തു. 6.9 ഔട്ട് ഓഫ് 10 ആണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ്. ഈ സിനിമ നിലവിൽ തിയേറ്ററുകളിൽ അവൈലബിൾ ആണ്. ഇതുപോലെ തന്നെ 4ാമത്തെ പൊസിഷനിലുള്ള ചിത്രം രാഹുൽ സദാശിവന്റെ സംവിധാനത്തിൽ പുറത്തു വന്ന ഒരു മലയാളം ഫാന്റസി ഹൊറർ ത്രില്ലർ മൂവിയാണ് ഭ്രമയുഗം. പ്രധാനമായും 3 കഥാപാത്രങ്ങളെ വെച്ചാണ് അവർ സിനിമ അപ് ടു എൻഡ് ഓടിക്കുന്നത്. ഇവരുടെ 3 പേരുടെയും പെർഫോമൻസ് അതിഗംഭീരം എന്ന് തന്നെ വേണം പറയാനായിട്ട്, എക്സ്പെഷ്യലി മമ്മൂട്ടിയുടെയൊക്കെ. ചിത്രത്തിന്റെ കഥയൊക്കെ അത്രത്തോളം പുതുമയുള്ളതാണ് എന്ന് ഞാൻ പറയുന്നില്ല. 2019 പുറത്തു വന്നത് ലൈറ്റ് ഹൗസ് എന്ന ചിത്രമൊക്കെ ആയിട്ട് എനിക്ക് ചില സാമ്യതകളൊക്കെ തോന്നി. പക്ഷേ അപ് ടു എൻഡ് ചിത്രം നല്ലൊരു അനുഭവം തന്നെയാണ്. ഹൊററും ത്രില്ലിങ്ങും ആ ഒരു എൻഗേജ്മെന്റ് മൊത്തത്തിൽ ചിത്രത്തിലുണ്ട്, അവസാനം വരെ ചിത്രത്തിലുണ്ട്. 7.4 ഔട്ട് ഓഫ് 10 ആണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റിംഗ്. ഈ ചിത്രവും നിലവിൽ തിയേറ്ററുകളിൽ അവൈലബിൾ ആണ്. കാണാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും കാണുക. തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് സിനിമ. ഇതുപോലെ തന്നെ 3rd പൊസിഷനിലുള്ള ചിത്രം ഗിരീഷ് ഏടിയുടെ സംവിധാനത്തിൽ പുറത്തു വന്ന ഒരു മലയാളം ഫാമിലി കോമഡി റൊമാൻറ്റിക് ഡ്രാമ മൂവിയാണ് പ്രേമലു. അപ് ടു എൻഡ് ചിരിച്ചു മറിയാൻ പറ്റിയൊരു പടം. പ്രത്യേകിച്ച് 30-35 വയസ്സ് ആ ഒരു റേഞ്ചിൽ താഴെയുള്ളവർക്കൊക്കെ അവരുടെ ലൈഫിൽ നടന്ന പല കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും, സിനിമയൊന്ന് ലിങ്ക് ചെയ്യാൻ പറ്റും. പിന്നെ അതിൽ കൊണ്ടുവന്നിരിക്കുന്ന ഹ്യൂമറൊക്കെ ആയാൽ പോലും അതൊക്കെ ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിനു വേണ്ടി കൊണ്ടുവന്നു എന്നുള്ള രീതിയല്ല, ആ ഒരു ഒഴുക്കിനനുസരിച്ച് അങ്ങ് സംഭവിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. എന്തായാലും ഫാമിലി ആയിട്ട് അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു സിനിമ തന്നെയാണിത് തീർച്ചയായിട്ടും പ്രേമലു. 7.8 ഔട്ട് ഓഫ് 10 ആണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റിംഗ്. ഈ സിനിമയും നിലവിൽ തിയേറ്ററുകളിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 2ാമത്തെ പൊസിഷനിലുള്ള ചിത്രം ആനന്ദ് കർഷിയുടെ സംവിധാനത്തിൽ 2024 തന്നെ പുറത്തു വന്ന ഒരു മലയാളം സസ്പെൻസ് കോമഡി ഡ്രാമ മൂവിയാണ് ആട്ടം. എൻ്റെ അഭിപ്രായത്തിൽ ഒരു 1.5 സിനിമയാണിത്. നമ്മളെയൊക്കെ തന്നെ ഒന്ന് ഇരുത്തി വിലയിരുത്താൻ പ്രേരിപ്പിച്ച ഒരു സിനിമ. നല്ലൊരു സ്ക്രിപ്റ്റ് ഉണ്ട്, നല്ല രീതിയിൽ അത് ആനന്ദ് കർഷി എഴുതി കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് തോന്നിയൊരു കാര്യം. ഇനി പെർഫോമൻസ് വൈസ് നോക്കുവാണെങ്കിലും എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു ചിത്രം തന്നെയായിട്ടാണ് എനിക്ക് ആട്ടം ഫീൽ ചെയ്തത്. 8.5 ഔട്ട് ഓഫ് 10 ആണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റിംഗ്. ഇതുപോലെ തന്നെ 1st പൊസിഷനിലുള്ള ചിത്രം അതൊരു പക്ക തിയേറ്റർ എക്സ്പീരിയൻസ് മൂവിയാണ് മഞ്ഞുമൽ ബോയ്സ്. ഒരു മിസ്റ്ററി സർവൈവൽ ത്രില്ലർ മൂവിയാണ് മഞ്ഞുമൽ ബോയ്സ്. ചിദംബരം അദ്ദേഹമാണ് എഴുതി സംവിധാനം ചെയ്ത് കൊണ്ടുവന്നേക്കുന്നത്. നമുക്കറിയാം ഇതൊരു യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവത്തെ സിനിമയാക്കി കൊണ്ടുവന്നേക്കുന്നതാണ്. അപ്പോൾ സിനിമയെ പറ്റി പറയുവാണെങ്കിൽ ഒരു കംപ്ലീറ്റ് സിനിമ, എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും, എല്ലാ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റുകളും മറ്റെല്ലാ വിഭാഗങ്ങളും അത്രത്തോളം എഫേർട്ട് എടുത്ത് ഹാർഡ് വർക്ക് ചെയ്ത് നല്ലൊരു ഔട്ട്പുട്ട് തീർച്ചയായിട്ടും സിനിമ നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പോൾ വിഷ്വൽ ആയാലും സൗണ്ട് എഫക്റ്റ് ആയാലും ഓവറോൾ മ്യൂസിക് ആയാലും സിനിമാറ്റോഗ്രാഫി, അങ്ങനെ എല്ലാം അതിഗംഭീരം എന്ന് തന്നെ വേണം പറയാനായിട്ട്. ഇനി പെർഫോമൻസ് വൈസ് പറയുവാണെങ്കിൽ സൗബിൻ അടക്കം ബാക്കി എല്ലാവരും അത്രത്തോളം എഫേർട്ട് എടുത്ത് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് സൗബിനൊക്കെ 2ാം പകുതിയിലോട്ട് വരുമ്പോൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു തിയേറ്റർ സ്റ്റഫാണ്. തിയേറ്ററിൽ തന്നെ പോയി കണ്ട് ആസ്വദിക്കേണ്ട ഒരു സിനിമ തന്നെയാണിത്. തിയേറ്റർ വാച്ച് മിസ്സായി കഴിഞ്ഞാൽ പിന്നെ അത് അത്രത്തോളം വലിയൊരു എക്സ്പീരിയൻസ് ആകുമോ അല്ലെങ്കിൽ അത്രത്തോളം ഒരു ഇത് കൊണ്ടുവരുമോ എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നിലവിൽ ഈ സിനിമ തിയേറ്ററുകളിൽ അവൈലബിൾ ആണ്. തിയേറ്ററിൽ തന്നെ നല്ല ക്വാളിറ്റിയുള്ള തിയേറ്ററിൽ തന്നെ പോയി കണ്ട് ആസ്വദിക്കാനായിട്ട് ശ്രമിക്കുക. 7.9 ഔട്ട് ഓഫ് 10 ആണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ്.
ഇനി പറയാൻ പോകുന്ന 2 സിനിമകൾ അതിന് പ്രത്യേകിച്ച് റാങ്കിങ്ങോ റേറ്റിങ്ങോ ഒന്നും ഞാൻ കൊടുക്കുന്നില്ല. കാരണം ട്രെയിലറിൽ അത്രത്തോളം ഒരു പ്രതീക്ഷ, ഒരു എക്സ്പെക്ടേഷൻ കൊണ്ടുവന്ന സിനിമ ഈ 2 സിനിമകൾ. പക്ഷേ ബാക്കി ഞാൻ പറയാം. അപ്പോൾ തുണ്ടും അതുപോലെ തന്നെ മലൈക്കോട്ടെ വാലിബൻ, ഇത് രണ്ടുമാണ് ആ സിനിമകൾ. അപ്പൊ മലൈക്കോട്ടെ വാലിബൻ എന്ന സിനിമ നോക്കുവാണെങ്കിൽ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു അറ്റംപ്റ്റ് തന്നെയായിരുന്നു തീർച്ചയായിട്ടും സിനിമ. പക്ഷെ എന്നെ സംബന്ധിച്ച് സിനിമ ഒരു ടാസ്ക് ആയിരുന്നു. അപ് ടു എൻഡ് അതിനുള്ളിൽ ആയിരിക്കുക, അല്ലെങ്കിൽ എൻഗേജിങ് ആക്കുന്ന, അത്രത്തോളം എൻഗേജിങ് ആക്കുന്ന പ്രത്യേകിച്ച് ഒരു കാര്യവും എനിക്ക് സിനിമയിൽ നിന്ന് കിട്ടിയില്ല എന്നുള്ളത് തന്നെയാണ് അതിലെ മറ്റൊരു കാര്യം. അതുപോലെ തന്നെ തുണ്ട എന്ന ചിത്രം നോക്കുവാണെങ്കിലും ട്രെയിലറിൽ ഈ പറഞ്ഞ രീതിയിൽ ഒരു പ്രതീക്ഷ കൊണ്ടുവന്ന് തന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു എക്സ്പെക്ടേഷനൊക്കെ ട്രെയിലറിൽ വെച്ചു. പക്ഷെ സിനിമയിലോട്ട് വരുമ്പോൾ ആ ഒരു പേരിനോട് അത്രത്തോളം ഒരു ബന്ധമില്ലാത്ത രീതിയിൽ, അത് 1-2-3 സീനുകൾ ഒഴികെ ബാക്കി എല്ലാം വ്യത്യസ്തമായിട്ട് എന്തൊക്കെയോ കുറെ കൂട്ടിച്ചേർത്ത് ആഡ് ചെയ്ത് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ്. ഒരു അടിത്തറ പോലെ ഒരു സംഭവം, അല്ലെങ്കിൽ ഒരു കാതൽ പോലെ ഒരു സംഭവം ഈ സിനിമയ്ക്കുള്ളിൽ ഒരു സ്റ്റോറി വെച്ച് നോക്കുവാണെങ്കിൽ ഈ സിനിമയിലും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നിയത്. ഇതിന് ഈ 2 സിനിമകൾക്കും പ്രത്യേകിച്ച് റേറ്റിംഗ് റാങ്കിങ് ഒന്നും ഞാൻ കൊടുക്കുന്നില്ല. അപ്പൊ എന്തായാലും ഞാൻ ഈ പറഞ്ഞ പ്രകാരം 5 മുതൽ 1 വരെയുള്ള സിനിമകൾ, അത് നിലവിൽ തിയേറ്ററുകളിൽ അത്യാവശ്യം മിക്ക സിനിമകളും തിയേറ്ററുകളിൽ ഇപ്പോൾ ഓടുന്ന സിനിമകളാണ്. അത് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും കാണാൻ ശ്രമിക്കുക, പ്രത്യേകിച്ച് മഞ്ഞുമൽ ബോയ്സ്. അപ്പൊ എന്തായാലും ഇതുപോലെ റിലീസാകുന്ന സിനിമയുടെ വിശേഷങ്ങളും അതുപോലെ ചെറിയ സിനിമയിൽ നല്ല സിനിമയുടെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി.